മക്കളെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് പ്രോബിലിറ്റി. അതായത് പ്രോബിലിറ്റിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളടാ. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഇപ്പം ചോദിക്കും, ഒരു പെട്ടിയിൽ ഒരു പെട്ടിയിൽ ഞാനൊരു അഞ്ച് അഞ്ച് ചക്കയിട്ട് അഞ്ച് ചക്കയിട്ടേ. അതിൽ മൂന്നെണ്ണം കേടാണ്ട്രാ. മൂന്നെണ്ണം കേടാണ്. അങ്ങനെയാണെങ്കിൽ കേടുള്ള ചക്കകൾ വരാനുള്ള സാധ്യത പ്രോബിലിറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇവിടെ ആകെ എത്ര ചക്കയുണ്ട്? ഇവിടെ ആകെ 5 ചക്കയുണ്ട്. അത് അടിയിൽ എഴുതണം. അതിൽ കേടായതിൻ്റെ കേസല്ലേ ചോദിച്ചത്? കേടായത് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പം 3/5 ആണ് അതിൻ്റെ പ്രോബിലിറ്റി. ഇത്രയേ ഉള്ളൂ. ഒരു വർക്ക്ഷോപ്പിൽ കുറേ കാറുകൾ ഇങ്ങനെ കിടക്കുവാടാ. കാറുകൾ ഇങ്ങനെ കിടക്കുവാണേ. ഇങ്ങനെ കിടക്കുക. കുറേ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കുറേ കാറുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ കാറിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചോദിക്കുവാണ്, ഈ കാറുകൾ വെള്ളയാകാനുള്ള സാധ്യത. അപ്പം വെള്ളക്കാറുകൾ നമ്മൾ എണ്ണി നോക്കി. വെള്ളക്കാറുള്ള ഒരു 5 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോ. 5 വെള്ളക്കാറുണ്ടെന്ന് വിചാരിച്ചോ. ആകെ മൊത്തം ഞാൻ കാറുകൾ എണ്ണി നോക്കി. ആകെ കാറുകൾ അവിടെ വർക്ക്ഷോപ്പിൽ 100 കാറുകളുണ്ടെന്ന് വിചാരിച്ചോ. അതിൽ വെള്ളക്കാറുകളാകാനുള്ള സാധ്യതയില്ലേ ചോദിച്ചത്? അപ്പം ഞാൻ എഴുതും, ആകെ ഇവിടെ 100 കാറുണ്ടടാ, അതിൽ 5 കാറാണ് ഈ പറഞ്ഞ വെളുത്തത്. ഇതാണ് മക്കളെ പ്രോബിലിറ്റി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയേ ഉള്ളടാ. ചാപ്റ്റർ ഫുൾ ഇതാ കേട്ടോ. തുടങ്ങാൻ പരിപാടി. അപ്പം നമുക്ക് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലോട്ട് കയറി നോക്കാം. ഈ സാധ്യത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടേക്കും. അതിൽ ഒരു ഐറ്റം ഒരു കേടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കറുത്ത ബോളാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ വെളുത്ത ബോളാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുറേ കാർഡുകൾ ഇങ്ങനെ ഇട്ടേക്കും. അതിൽ നമ്പർ 1 കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്പർ 2 കിട്ടാനുള്ള സാധ്യത. അപ്പം നമ്മൾ ടോട്ടൽ അടിയിൽ എഴുതും, മണ്ടയിൽ അതിൻ്റെ എണ്ണം എഴുതും. ഇത്രയേ ഉള്ളൂ പ്രോബിലിറ്റി. തുടങ്ങാം. ശരി, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകളിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് കൊണ്ട് ഫുള്ള് പഠിക്കും കേട്ടോ. അത് ഈ ചാപ്റ്ററിലെ ഫുൾ കണക്കുകൾ പഠിക്കും. ഈ ഫുൾ കണക്കുകളല്ല നമ്മൾ പഠിക്കുന്നത്. അതായത് ചാപ്റ്ററിലെ എല്ലാ കണക്കുകളും നമ്മൾ പഠിക്കുന്നില്ല, കൺസെപ്റ്റ്സ് പഠിക്കും നമ്മൾ. ഓക്കെ അല്ലേ? എല്ലാ കൺസെപ്റ്റ്സും പഠിക്കും. സെറ്റല്ലേ? തുടങ്ങാം. ശരി, ഒന്നാമത്തെ കണക്ക്. ഒന്നാമത്തെ കണക്കാണ്. എ ബോക്സ് കണ്ടെയ്ൻ. ഞാനപ്പോൾ ബോക്സ് ഒക്കെ വരച്ചേട്ടാ. അവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ അങ്ങ് ചെയ്യാൻ പോവാം. ബോക്സ് ഒക്കെ വരച്ചു. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് മുത്തുകളുണ്ട്. മലയാളം മീഡിയം കൂടെ ശ്രദ്ധിച്ചോ. 6 ബ്ലാക്ക് മുത്ത്. 1 2 3 4 5 6. ബ്ലാക്ക് ആണേ മക്കളെ, ബ്ലാക്ക് ആണേ. ഓക്കെ, 6 ബ്ലാക്ക് മുത്തുകൾ. ഒരു പെട്ടിയിൽ 4 വൈറ്റ് മുത്തുകൾ. 1 2 3 4. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിടക്കണം മക്കളെ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു വലിയ പെട്ടിയിൽ 6 കറുത്ത മുത്തുകൾ, 4 വെളുത്ത മുത്തുകളും കൂടെ കിടക്കും കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലാൻ വേണ്ട സെപ്പറേറ്റ് വരച്ചത്. ഒരു പെട്ടിക്കകത്ത് ഈ 6 കറുത്ത മുത്തുകൾ ഞാൻ വാരി പറക്കിയിട്ട് 4 വെളുത്ത മുത്തുകൾ ഞാൻ വാരി പറക്കിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. ഇതിങ്ങനെ മിക്സായിട്ട് കിടക്കുക. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ കണ്ണടച്ച് ഒരു കൈയിട്ട് ഒരെണ്ണം എടുത്താൽ ചിലപ്പോൾ വെള്ളയായി പോവും, ചിലപ്പോൾ കറുപ്പായി പോവും. അങ്ങനെ ചോദിക്കുകയാണേടാ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക്? എടുക്കുന്ന സാധനം നീ അതിൽ നിന്ന് ഒരു ബോൾ എടുത്താൽ അത് കറുപ്പാകാനുള്ള സാധ്യത. മക്കളെ, ആകെ ഇവിടെ എത്ര ബോൾ ഉണ്ടടാ? കറുപ്പിൻ്റെ കേസ് പറയണേ, ബ്ലാക്കിൻ്റെ കേസ് പറയണേ. പ്രോബിലിറ്റി ബ്ലാക്കിൻ്റെ കേസ് പറയണേ, കറുപ്പാകാനുള്ള സാധ്യത. ആകെ ഇവിടെ എത്ര ബോളുണ്ട്? ഞാൻ നോക്കുമ്പോൾ കിടക്കുന്ന 10 ബോളുണ്ട്. ആകെ 4 വെള്ളയും 6 കറുപ്പും കൂടെ 10 ബോളുണ്ട്. അതിൽ കറുപ്പിൻ്റെ സാധ്യതയില്ലേ ചോദിച്ചത്? കറുപ്പാകാനുള്ള സാധ്യത എന്തുവാ? കറുപ്പിൻ്റെ കേസ് ചോദിച്ചാൽ കറുപ്പ് നമ്മൾ മണ്ടയിൽ എഴുതും, 6. ഇതാണ് കറുപ്പിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ ചോദിച്ചാൽ അവർ വെള്ളയാവാനുള്ള സാധ്യത എന്തുവാ? സിമ്പിൾ. ആകെ എത്ര ബോളുണ്ട്? ആകെ 10 ബോളുണ്ട്. അതിൽ എത്ര വെള്ളയാണടാ മക്കളെ ഉള്ളത്? 4 വെള്ള. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ആകാനുള്ള സാധ്യത എന്തുവാ? 4/10. ഇതിനെ വേണമെങ്കിൽ നമ്മൾ ചെറുതൊക്കെ ആക്കാം. നിങ്ങൾ ചെറുതാക്കാൻ അറിയാമല്ലോ, അത് നമ്മൾ വിട്ടു. അപ്പോൾ നിങ്ങളെ ബേസിക് കൺസെപ്റ്റ് പഠിപ്പിക്കുക. അവ എന്താണ്? ഇത്രയേ ഉള്ളൂ. ആമാര് ചോദിക്കും, ഇത് ഒരു ബോക്സിൻ്റെ അകത്ത് 7 ബ്ലാക്കും 3 വെള്ളയും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആകെ അപ്പം മൊത്തം 10 ബോളുണ്ടല്ലോ. അതിൽ കറുപ്പാകാനുള്ള സാധ്യത 10/7. വൈറ്റ് ആകാനുള്ള സാധ്യത 10/3. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം.
മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ കേട്ടോടാ. ഈ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2D നമ്പർ. ഒരുത്തനോട് 2D നമ്പറുകൾ പറയാൻ പറയാം മക്കളെ. 2D നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണോ? അല്ല, 9 2D നമ്പർ അല്ല അല്ലേ. 10 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10, 11, 12 ഇങ്ങനെ പറയാൻ പറഞ്ഞു കേട്ടാ. അവൻ പറഞ്ഞ് എവിടം വരെ പോവും? അവൻ പറഞ്ഞു 2D നമ്പർ പറയാൻ പറഞ്ഞാൽ അവൻ 99 വരെ അവന് പോകാൻ പറ്റൂ. ശരി, ഓക്കെ. ഇനി ബാക്കി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? എന്താണ് സാധ്യത? എന്ത് സാധ്യത? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ 2D നമ്പറുകളിൽ ആകെയുള്ള ഈ 2D നമ്പറുകളിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത. അപ്പം നമുക്കറിയാം മണ്ടയിൽ എഴുതേണ്ടത് ആര്? പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ എണ്ണം. താഴെ എഴുതേണ്ടത് ആര്? ആകെ നമ്പറുകളുടെ എണ്ണം. ശരിയല്ലേ? അപ്പം ഞാൻ ആലോചിച്ച് ഇതിലാകെ എത്ര നമ്പർ ഉണ്ടെന്ന് ആലോചിച്ച് അതിന് മുമ്പ് നമുക്ക് ആ പെർഫെക്റ്റ് സ്ക്വയർ ആരൊക്കെയാന്ന് നോക്കാം. മക്കളെ 10 പെർഫെക്റ്റ് സ്ക്വയർ ആണോടാ? അല്ല. എന്താ ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? അതായത് 10നെ റൂട്ട് എടുക്കാൻ പറ്റണം. 10നെ റൂട്ട് എടുക്കാൻ പറ്റുമോ? പറ്റൂല. 11നെ റൂട്ട് എടുക്കാൻ പറ്റൂല. ഒരു നമ്പറും വരത്തില്ല. എന്തിൻ്റെയോ സ്ക്വയറാണ് 11 വരണം, വരൂല. റൂട്ട് 12 എടുക്കാൻ പറ്റുമോ? ആരുടെയിൽ സ്ക്വയർ ആണോ 12? അല്ല. 13 പറ്റും, 14 പറ്റും? ഇല്ല. 16 പറ്റും. മകളെ റൂട്ട് 14 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ? 16 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ? 4ൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞൂടെ? 16 പറ്റും. പിന്നെ വേറെ ആരുണ്ട്? ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. 16 ഉണ്ട്, 17 ഉണ്ട്. സിമ്പിൾ. നമുക്ക് നൈസിന് 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ ഒക്കെ ആലോചിച്ചാൽ മതി. 5ൻ്റെ സ്ക്വയർ മക്കളെ, 5ൻ്റെ സ്ക്വയർ ആരാ? 25. അപ്പോൾ 25ന് റൂട്ടുണ്ട്. 25ന് റൂട്ടുണ്ട്. ഓക്കെ. 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ സ്ക്വയർ പറയാൻ പറ്റൂ? 10ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ മക്കളെ എന്തായി പോടാ? 100 ആണ്. 100 എന്ന് പറഞ്ഞത് 2D നമ്പർ ആണോ? അല്ല, ഇവിടെ 2D നമ്പറിൻ്റെ കേസേ ചോദിച്ചുള്ളൂ. ശരി, അപ്പോൾ ഇത്രയും എണ്ണമാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂട്ട് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ മണ്ടയിൽ എഴുതേണ്ടത് 6 മനസ്സിലായി. ഇനി താഴെ എഴുതേണ്ടത് ആകെ നമ്പറുകളുടെ എണ്ണം. നമ്മളെ 10 മുതൽ 99 വരെ എത്ര നമ്പർ ഉണ്ടാ? 10 മുതൽ 99 വരെ ആകെ എത്ര നമ്പറുണ്ട്? ഇതിന് പുറകോട്ട് ഒരു 9 നമ്പറുണ്ട്, ഇതിന് മുമ്പിലോട്ട് ഒരു നമ്പറുണ്ട്. 100 വരെ ഉള്ളതിൽ ഇതിന് മുമ്പിലോട്ട് ഒരു നമ്പറും ഇതിന് പുറകിലോട്ട് ഒരു നമ്പറും. അങ്ങനെ ആകെ 10 നമ്പർ പോയാൽ ബാക്കിന് എത്ര ഉള്ളത്? 100ൽ 10 നമ്പർ പോയാൽ ബാക്കിന് എത്ര ഉള്ളത്? 90 നമ്പർ. അപ്പം എൻ്റെ പ്രോബിലിറ്റി എന്തുവാ? 90 അടിയിൽ വരും, മണ്ടയിൽ 6 വരും. ഇതാണ് പ്രോബിലിറ്റി. ഇത്രയേ ഉള്ളൂ. 6, അതായത് ആകെ 90 എണ്ണമുള്ള നമ്പറിൽ 6 എണ്ണം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതാണ് ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത്. സെറ്റല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇങ്ങനെയാടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്ത് പറയുന്നത് അറിയോ? എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ 3 ഡിജിറ്റ് നമ്പർ അല്ലേ. പേഴ്സൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? നീ ഒരു 3D നമ്പർ പറയടാന്ന് പറഞ്ഞു. അവൻ 3D നമ്പറിൽ പറയാൻ അവനെ കൊണ്ട് പറ്റും. 100 ഒരു 3D നമ്പറാണ്. 3 പേരേ ഉള്ളൂ. 101 ഒരു 3D നമ്പറാണ്. 102 ഒരു 3D നമ്പറാണ്. അങ്ങനെ എത്ര പേരുണ്ട് 3D നമ്പർ? അവന് 999 വരെ 3D നമ്പർ പറയാൻ പറ്റൂലേ? ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 3 ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ ആർ ദ സെയിം? അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന എല്ലാ 3 ഡിജിറ്റുകളും സെയിം ആവണം. മക്കളെ, ഈ 3 എണ്ണം സെയിം ആണോ? ഈ 3 എണ്ണം സെയിം ആണോ? ഈ 3 എണ്ണം സെയിം ആണോ? ഈ 3 എണ്ണം സെയിം ആണ് അല്ലേ? അപ്പം സെയിം ആയിട്ട് വരുന്ന നമ്പറുകൾ ഏതൊക്കെയുള്ളത്? 1 1 1, 2 2 2, 3 3 3, 4 4 4. ഓക്കെ, സെറ്റ്. 5 5 5 നിങ്ങൾ പറഞ്ഞോ? 6 6 6, 666, 777, 888, 999. സെറ്റ്. ഇത്രയും നമ്പറാണ് എന്തുള്ളത്? ഒരേ അക്കങ്ങളുള്ള ഡിജിറ്റുകളുള്ള നമ്മുടെ 3D നമ്പേഴ്സ് അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റിയിൽ ചോദിച്ചേക്കുന്നത് ആകെ ഇവിടെ ഒരേ നമ്പർ വരുന്ന എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. ആകെ 9 എണ്ണം ഉണ്ട്. ടോട്ടൽ ഇവിടെ എത്ര 3D നമ്പർ ഉണ്ടോ മക്കളെ? നിങ്ങളെ കുറച്ച് മുമ്പ് ട്രിക്ക് ഞാൻ പറഞ്ഞു തന്ന്. 1000 വരെ ഉള്ളതിൽ ഒരെണ്ണം ഇവിടെ പോയി. ബാക്കി എത്ര എണ്ണം പോയി? 99 എണ്ണം ഇവിടെ പോയി. 99ഉം 1ഉം 100 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 900 നമ്പേഴ്സ് ഉണ്ട്. ആകെ 900 നമ്പേഴ്സിൽ 9 എണ്ണമാണടാ ഒരേ ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? പ്രോബിലിറ്റി ഇത്രയേ ഉള്ളൂടാ. അടുത്ത പരിപാടി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത അവന്മാർ ചോദിച്ചേക്കണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, പ്രോബിലിറ്റി പറയാം. എന്തിൻ്റെ പറയാൻ പറഞ്ഞേക്കുന്നത്? ഈ 3D നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ എന്ത് വരണം? 0 വരണം. വൺസ് എന്ന പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോടാ മക്കളെ? എടാ 1 1 1, ഇത് വൺസ്, ടെൻസ്,
100 ഇതാണ് ഇതിൻ്റെ പ്ലേസ്. 2 1 3 ഇതാണ് വൺസ്, ഇതാണ് 10, ഇതാണ് 100. ഒറ്റ 10 100. അങ്ങനെയാണെങ്കിൽ 312 ഇത് ഒറ്റ 10 100. വൺസിൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന നമ്പറാണ് വൺസിൻ്റെ പ്ലേസ്. വൺസിൻ്റെ പ്ലേസ് 0 വരുന്ന നമ്പറിൽ പറയാനാണ് പറയുന്നത്. 3D നമ്പർ. ഓക്കെ അല്ലേ? 3D നമ്പർ ആരൊക്കെയുള്ളത്? വൺസിൻ്റെ പ്ലേസ് 0 വരുന്നത് 1 100 വരാം. ഓക്കെ, 110 വരാം. ഓക്കെ അല്ലേ? 120 വരാം. ഓക്കെ അല്ലേ? 130 വരാം. ഓക്കെ അല്ലേ? 140 വരാം. ഓക്കെ അല്ലേ? 150 വരാം. 160 വരാം. 170 വരാം. 180 വരാം. 190 വരാം. എന്ത് വരെ വരാം? അങ്ങനെ 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 പോയി 990 വരെ വന്നൂടേടാ മക്കളെ. അങ്ങനെ വന്നൂടെ? ശരിയല്ലേ? 990 വരെ വരാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് എത്ര എണ്ണം കാണും? ഇങ്ങനെ നോക്കുമ്പോൾ എത്ര എണ്ണം കാണും? ആകെ 90 എണ്ണം കാണും കേട്ടോ. ആകെ 90 എണ്ണം ഉണ്ട്. 90 എണ്ണം ഉണ്ട് കേട്ടോ. നമ്പർ 90 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ 3D നമ്പറിൽ ആകെ ഇവിടെ 3D നമ്പറിൽ എത്ര ഉണ്ട്? 900 എണ്ണം ഉണ്ട്. 900ൽ 90 എണ്ണമാണടാ മക്കളെ എന്ത് ഈ മുട്ട വരുന്നത്. അവസാനം മുട്ട വരുന്ന നമ്പറിൽ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം. ആകെ എത്ര 3D നമ്പർ ഉണ്ട്? 900 എണ്ണം ഉണ്ട്. ഈ 900 നമ്പറിൽ 90 എണ്ണം എന്താണ്? അവസാനം മുട്ട വരുന്ന നമ്പറാണ്. എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങളെ മറ്റേ എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സ് ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എൻ എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നമുക്കപ്പം മാക്സിമം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതുക. എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ മനസ്സിലാവുമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ട്. എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതിൻ്റെ അകത്ത് എൻ അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം അപ്പുറം കൊണ്ടുപോയാൽ മതി. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എക്സ് എൻ എന്ന് പറയുന്നത് 990, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, എണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ 100, ഡി എന്ന് പറയുന്നത് വീണ്ടും കോമൺ ഡിഫറൻസ്. ഇതെല്ലാം അപ്പുറം കൊണ്ടുപോകുമ്പം എൻ അവിടെ ഒറ്റയ്ക്കാവും. എൻ നിങ്ങൾക്ക് 90 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. അല്ലെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയിൽ എൻ അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം അപ്പുറം കൊണ്ടുപോയാൽ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എണ്ണം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ അല്ലേ? അവസാനം മുട്ട വരുന്ന എത്ര നമ്പറുണ്ട്? 90 നമ്പർ. ആകെ എത്ര നമ്പറുണ്ട്? 900 നമ്പർ. പ്രോബിലിറ്റി എന്തോ സാധ്യത എന്തുവാ? നീ 900 നമ്പറിൽ 90 എണ്ണം എന്തുവാ? ഈ അവസാനം മുട്ട വരുന്ന നമ്പറാണടാ. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ ടോപ്പിക്കിലോട്ട് കയറി പോവുക മക്കളെ. ഇത്രയും സെറ്റല്ലേ? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിയിൽ ഏറ്റവും ടോട്ടലും മണ്ടയിൽ ഏതവൻ്റെ കാര്യമാണോ ചോദിച്ചത് അവൻ്റെ എണ്ണവും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നമ്മൾ സത്യം പറഞ്ഞാൽ പ്രോബിലിറ്റി മാർക്ക് പോകുന്ന ചാപ്റ്ററാണ്. കാണുമ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റൂ. അതാണ് പ്രോബിലിറ്റിയുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് കയറി പോകാം. നമ്മൾ മക്കളുടെ ജോമെട്രി. അടുത്ത നമ്മൾ ടോപ്പിക്കിലോട്ട് കയറി. ജോമെട്രിക്ക് സിമ്പിളാണ് മക്കളെ. പിടിച്ചോ, ടെക്സ്റ്റ് എടുത്ത് മുമ്പിൽ വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ജോമെട്രി. ജോമെട്രിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ മക്കളുടെ എന്താണ് ജാമിതി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ജാമിതി അതായത് സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിള്, പെൻറ്റഗൺ ഇതൊക്കെ എന്താണ് ഒരു ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഫിഗേഴ്സാണ്. ശരിയല്ലേ? ഇതിൻ്റെ സാധ്യതകളാണ് ചോദിക്കുന്നത്, ഇതിൻ്റെ പ്രോബിലിറ്റി ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കും എന്തൊരു ആനക്കാര്യമാണെന്ന്. ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്കത് പഠിക്കാടാ. നമുക്കിനി ഒന്നൊരു പ്രശ്നമുള്ള കേസല്ല. നമ്മൾ എന്താണ് പ്രോബിലിറ്റി എന്നുള്ള ഐഡിയ കയറ്റി കഴിഞ്ഞ് ഇനി നമുക്ക് പ്രശ്നമുള്ള കേസൊന്നുമില്ല. പിടിച്ചോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നത് മുമ്പ് വെച്ചോണം മക്കളുടെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പ്രോബിലിറ്റി പറയാനാണ് ചോദിക്കുന്നത്. അതായത് എന്താണെന്നറിയോ? ഇതിൻ്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ മണ്ടലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോടെ? ഇതിൻ്റെ മണ്ടലിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന മക്കളെ എന്താണെന്നറിയോ? ഈ ഷെയ്ഡ് നിങ്ങൾ കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ, ഈ ഫിഗറിൽ നിങ്ങൾ കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ ഇതിൻ്റെ അകത്ത് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ്റെ അകത്ത് വരാനുള്ള സാധ്യത, ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയണിൽ വരാനുള്ള സാധ്യത, ഷെയ്ഡ് ചെയ്തേക്കുന്ന മക്കളെ ഇതല്ലേ, ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത ചോദിച്ചേക്കുന്നത്. നമുക്ക് പറയാം, നമ്മൾ വിചാരിക്കും അയ്യോ ഇനി പെട്ടല്ലോ എന്ന് വിചാരിക്കും അല്ലേ? നമ്മൾ പെട്ടേന്നുള്ള നമ്മൾ ചെയ്യും. ഇതാ കേട്ടോ എങ്ങനെയാണെന്ന് കണ്ടോണേ. അപ്പം ഷെയ്ഡ് ചെയ്ത റീജിയണിൽ വരാനുള്ള സാധ്യത. അപ്പം ഞാൻ നൈസിന് എന്ത് ചെയ്യണമെന്ന് അറിയൂ? ഞാൻ ആലോചിക്കണം മക്കളെ. ഒരു ത്രികോണം കിടക്കുന്ന പുറത്ത്, ഈ ഷെയ്ഡ് ചെയ്യുന്നതിൻ്റെ പുറത്ത് ത്രികോണങ്ങൾ കിടപ്പുണ്ട് ഉണ്ടോ? അപ്പോൾ അകത്തും കുറച്ച് ത്രികോണം സെറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ പരിപാടിയായി. ഞാൻ അകത്തും ത്രികോണം സെറ്റ് ചെയ്യാൻ പോവുക. മുറിച്ചപ്പോൾ എനിക്കിതാ ഇങ്ങനെ മുറിച്ചപ്പം ഈക്വലായിട്ടുള്ളതാ ഇങ്ങനെ 1 2 4 5 6 7 8 ത്രികോണം കിട്ടിയോ? അതിൽ ആകെ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതിൽ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയണിൽ വരാനുള്ള സാധ്യതയിൽ ചോദിച്ചത്. അത് എത്ര ത്രികോണം ഉണ്ട്? 1 2 3 4 ത്രികോണം.
ഇതാണ് മക്കളേടാ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ആകെ 8 എണ്ണം ഉള്ളതിൽ 4 എണ്ണത്തിലാണ് നിങ്ങൾക്ക് സാധ്യതയുള്ളത്. ഈ 4 എണ്ണത്തിലാണ് സാധ്യതയുള്ളത്. നിങ്ങൾ കണ്ണടച്ച് കുത്തിട്ടാൽ ഈ 8 എണ്ണം, ആകെ 8 പീസുണ്ട്, അതിൽ 4 എണ്ണത്തിൽ നിങ്ങൾ കുത്ത് വരാനുള്ള സാധ്യതയുണ്ടടാ. ഇതാണ് പ്രോബിലിറ്റി. വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. 4ൻ്റെ പാതി 2, 8ൻ്റെ പാതി 4. വീണ്ടും ചെറുതാക്കാം. 2ൻ്റെ പാതി 1, 4ൻ്റെ പാതി 2. 1/2 ആണ് സാധ്യത. അതായത് അര സാധ്യതയാണ് ഉള്ളത്. പാതി ചാൻസ് ഉണ്ട് കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കണ്ണടച്ച് ഇതിൻ്റെ അകത്ത് ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിൽ വരാനുള്ള സാധ്യത വെച്ചു. കണ്ണടച്ച് തൊട്ടാൽ ചിലപ്പോൾ ഇവിടെ കുത്ത് വരാം, ചിലപ്പോൾ ഇവിടെ വരാം, ഇവിടെ ഏതിനകത്താലും വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് എത്ര സാധ്യത ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നൈസിന് നടുക്കൂടെ കട്ട് ചെയ്തപ്പോൾ എനിക്കിതാ 8 കറക്റ്റ് ത്രികോണം കിട്ടി. അതിൽ ഷെയ്ഡ് ചെയ്തേക്കുന്ന ട്രയാങ്കിൾ 4 എണ്ണം അല്ലേ? ആകെ 8 ട്രയാങ്കിൾ ഇല്ലേ? അതിൽ 4 എണ്ണത്തിലും വരാൻ സാധ്യതയുണ്ടടാ എന്നാണ് ഈ പരിപാടിയിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കയറി പോവാം. പിടിച്ചോ, അടുത്ത കണക്ക്. മക്കളുടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കാണടാ. അതാ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതേപോലെ നീ കണ്ണടച്ച് കുത്തിട്ടാൽ ഈ ത്രികോണത്തിൽ വരാനുള്ള സാധ്യത ഞാൻ നോക്കിയപ്പോൾ പുറത്ത് കിടക്കുന്ന 1, 2, 3 ത്രികോണം കിടപ്പുണ്ട്. ഇതുപോലെ അകത്ത് മുറിക്കാൻ പറ്റുമെന്ന് നോക്കി. പറ്റൂടാ. നടുക്ക് താണ്ട് ഒരു കുത്തിട്ടിട്ട് ഈ കമ്പ് ഇങ്ങോട്ട് വലിച്ച്, ഈ കമ്പ് ഇങ്ങോട്ട് വലിച്ച്, ഈ കമ്പ് ഞാൻ ഇങ്ങോട്ട് വലിച്ച് കിടക്കുന്ന ഒരേ കണക്ക് ത്രികോണങ്ങൾ കിട്ടിയാൽ എനിക്ക്, ഞാൻ എന്താ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാത്തതുകൊണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ വരയ്ക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ 1, 2, 3, 4, 5, 6 ത്രികോണമില്ലേ? അതിൽ ഷെയ്ഡ് കണ്ണടച്ച് കുത്തിട്ടാൽ ഷെയ്ഡിൽ വരാനുള്ള സാധ്യതയിൽ വെച്ചത് ഷെയ്ഡുള്ള എത്ര ത്രികോണമുണ്ട്? ആകെ 6 ത്രികോണമുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്ത ത്രികോണം 3 എണ്ണം. ഇത്ര എണ്ണത്തിൽ വരാനല്ലേ സാധ്യതയുള്ളത്. നമ്മൾ ഇതിനെ ചെറുതാക്കിയാൽ 1/3 എന്ന് വേണമെങ്കിലും എഴുതാം. ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് ഏതെങ്കിലും മാർക്ക് കിട്ടും, ഇത് ഏതെങ്കിലും മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ കാണുമ്പം പേടിക്കരുത്. നമ്മൾ ജോമെട്രി ഒരു കണക്ക് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. കട്ട് ചെയ്ത് എല്ലാം ഒരേ കണക്ക് ലുക്കാക്കുക. മാതിരി ഷെയ്ഡ് ചെയ്തതിൻ്റെ കാര്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ അടുത്ത് എന്തെങ്കിലുണ്ടോ? റെഗുലർ ഹെക്സഗൺ താണ്ടെ എല്ലായിടത്തും ഇക്വലേറ്റർ ട്രയാങ്കിൾ കൊണ്ട് ഈ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു, ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ വെച്ച് മുറിച്ചപ്പോൾ ഇവർക്കകത്തൊരു റെഗുലർ ഹെക്സഗൺ കിട്ടി. റെഗുലർ ഹെക്സഗൺ കിട്ടിയപ്പോഴും പുറത്തും കിടക്കുന്നത് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. എല്ലാം ഒരേ സൈസാണ്. ഞാൻ ആലോചിച്ച് ഇതിനെ മുറിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച്. മക്കളെ നിങ്ങളെ 9ാം ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച് കാണും. റെഗുലർ ഹെക്സഗണെ ധൈര്യമായിട്ട് നിങ്ങൾ മുറിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പുറത്ത് കിടക്കുന്ന ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇല്ലേ, അതേ ലുക്കുള്ള ഇക്വലേറ്റർ ട്രയാങ്കിൾ അകത്തും കിട്ടും. ഞാൻ മുറിക്കാൻ പോവാണ്. മുറിച്ച് 1, ഇങ്ങനെ മുറിച്ചു മക്കളെ. ആകെ കിട്ടിയോ? എനിക്ക് ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടിയോ? അകത്ത് മൊത്തം ഇക്വലേറ്റർ ട്രയാങ്കിൾ വന്നോ? 1, 2, 3, 4, 5, 6 ഇക്വലേറ്റർ ട്രയാങ്കിൾ വന്നു. ആകെ ഇവിടെ എത്ര ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്? ആകെയുള്ള ട്രയാങ്കിൾ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ആകെ ഇവിടെ എത്ര ത്രികോണമുണ്ട്? ആകെ 12 ട്രയാങ്കിൾ ഉണ്ട്. അതിൽ എത്ര എണ്ണത്തിലാണ് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 6 എണ്ണത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വരാനുള്ള സാധ്യത. കണ്ണടച്ച് തൊട്ടാൽ ഷെയ്ഡിൽ വരാനുള്ള സാധ്യത എന്തുവാ? ആകെയുള്ള ത്രികോണമായ 12ൽ ഈ 6 എണ്ണം എന്താണ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം. 1/2 എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ അല്ലേ? 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, അതേ കൊണ്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഓക്കെ അല്ലേ? ശരിയല്ലേ മക്കളെടാ? കേട്ടോ, ഒന്നുകൂടെ പറയാം. നമ്മളടുത്ത് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഫിഗർ ഒന്നുകൂടിക്കും ഷെയ്ഡ് ചെയ്തേക്കുന്നതിൽ കണ്ണടച്ച് തൊട്ടാൽ വരാനുള്ള സാധ്യത. ഞാൻ ഐസിന് മുറിച്ച് നോക്കണം മക്കളെ. മുറിക്കുമ്പോൾ കിടക്കുന്ന നോക്കിയപ്പോൾ എല്ലാം ഇഷ്ടംപോലെ മൊത്തം ത്രികോണമായി. ആകെ 12 ത്രികോണമുണ്ട്. അതിൽ 6 എണ്ണം എന്താണ്? ഷെയ്ഡാണ്. ഷെയ്ഡിൽ വരാനുള്ള സാധ്യതയില്ലേ അമ്മ ചോദിച്ചത്. മറ്റേത് വരാനുള്ള സാധ്യത വെച്ചാൽ നമ്മൾ മറ്റേത് എഴുതും. ആകെ 12 എണ്ണം ഉള്ളതിൽ 1, 2, 3, 4, 5, 6 എണ്ണം അതിലും വരാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. മാതിരി ഇപ്പോൾ ചോദിച്ചാൽ ഷെയ്ഡിൻ്റെ കാര്യം ചോദിച്ചാൽ നമ്മൾ ഷെയ്ഡ് എഴുതി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോണേ. അവസാനത്തെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലൊരു അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യും കേട്ടോ മക്കളെ. ഇതിൻ്റെ അകത്ത് കണക്ക് ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയണിൽ കണ്ണിട്ട് കുത്തിയാൽ വരാനുള്ള സാധ്യത. ഞാൻ ആലോചിച്ചടാ മക്കളെ. ഞാൻ താഴെ എഴുതേണ്ടത് എന്താണ്? ആകെയാണ് താഴെ എഴുതേണ്ടത്. മണ്ടയിൽ എഴുതേണ്ടത് എന്തുവാ? ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ്റെ മാത്രമാണ് മണ്ടയിൽ എഴുതേണ്ടത്. ശരിയല്ലേ? ആണ്. ഒന്നെങ്കിൽ അത് എണ്ണമാവാം, അത് ചിലപ്പം അതിൻ്റെ എന്തെങ്കിലും സൈസ് ആവാം. ചിലപ്പോൾ ഇതിൻ്റെ മൊത്തം അളവുകളാണെങ്കിൽ മൊത്തം അളവ് താഴെ എഴുതും, ഇതിൻ്റെ മാത്രം അളവ് എന്ത് ചെയ്യും? മണ്ടയിൽ എഴുതും. ശരിയല്ലേ? അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇത്രയും നേരം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണിച്ചു കൂട്ടിയേ പറ്റൂ. ഞാൻ ആലോചിച്ച് ഇതിനെ കട്ട് ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? കട്ട് ചെയ്താൽ പുറത്ത് കിടക്കുന്ന ഈ ഷേപ്പ് എനിക്ക് കിട്ടുമോ? ഇല്ല.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മക്കളെ, ഇതിൻ്റെ ആകെ ഏരിയയിൽ ആകെയുള്ള ടോട്ടൽ ഏരിയ താഴെ എഴുതിയിട്ട് ടോട്ടൽ ഏരിയയാണ്, ടോട്ടലല്ലേ താഴെ എഴുതേണ്ടത്, ടോട്ടൽ എഴുതിയിട്ട് അതിൽ ഇത്രയും ഭാഗമാണ് മണ്ടയിൽ വരുന്നത് എഴുതിയാൽ പോരെ. ഇത്രയും ഭാഗത്തെ സ്ക്വയറിൻ്റെ ഏരിയ മണ്ടയിൽ എഴുതിയാൽ പോരെ. പ്രോബിലിറ്റി നമ്മൾ അങ്ങനെയല്ലേ എഴുതുന്നത്. ആരുടെ കാര്യമാണോ ചോദിച്ചത് അവനെ മണ്ടയിൽ എഴുതും, താഴെ ഫുൾ എഴുതും. ടോട്ടൽ ഏരിയ വെച്ച് നമുക്ക് എഴുതാം. ടോട്ടൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യും, താഴെ എഴുതും. സ്ക്വയറിൻ്റെ ഏരിയ എന്ത് ചെയ്യും, നമ്മൾ മണ്ടയിൽ എഴുതും. ശരിയല്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനകത്ത്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വെട്ടി മുറിച്ചിട്ടൊന്നൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സർക്കിളാണ്, പുറത്തിറങ്ങുന്ന ഒരു രക്ഷയില്ല. വേറെ എന്ത് കോലമാണെങ്കിലും നമുക്ക് പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പണിയാണ് കിട്ടിയിരുന്നത്. പക്ഷേ നമുക്കിതൊരു പണിയല്ല. നമുക്കറിയാം താഴെ എഴുതേണ്ടത് ടോട്ടലാണെന്നും മണ്ടയിൽ എഴുതേണ്ടത് ഏതവൻ്റെ കാര്യമാണോ ചോദിച്ചാൽ അവൻ്റെയാണ് എഴുതേണ്ടത് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഏരിയ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച്. മക്കളെ, ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് സർക്കിളല്ലേ, സർക്കിളിൻ്റെ ഏരിയ അല്ലേ. സർക്കിളിൻ്റെ ഏരിയ എന്തോ മക്കളെ, സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ എഴുതുന്നേ? സർക്കിളിൻ്റെ ഏരിയ പറഞ്ഞോ. സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ? പൈ ആർ സ്ക്വയർ. ഇതല്ലേ ഏരിയ ആണ്. ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചോ. റേഡിയസ് 6, ഓക്കെ അല്ലേ? ഇതാ റേഡിയസ് 6. സർക്കിളിൻ്റെ റേഡിയസ് ആണ്, സെൻറ്റർ തന്നെയല്ലേ സർക്കിളിൻ്റെ റേഡിയസ് 6, ഓക്കെ അല്ലേ? ഇനി സ്ക്വയറിൻ്റെ ഏരിയ വേണമല്ലേ? അത് പണിയാണേ. സ്ക്വയറിൻ്റെ ഏരിയ നിങ്ങൾ സ്ക്വയറിൻ്റെ ഏരിയ എന്തോ വലിയ ആനക്കാര്യം ചോദിച്ചിരിക്കുന്നത് ഒന്നുമില്ല. സ്ക്വയറിൻ്റെ ഏരിയ വേണമല്ലേ? ഞാൻ സ്ക്വയറിൻ്റെ ഏരിയ ഒന്ന് തപ്പി നോക്കട്ടെ, സ്ക്വയറിൻ്റെ ഏരിയ ഉണ്ടോ എന്ന്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എനിക്ക് വശങ്ങൾ വേണം. പക്ഷേ ഇവിടെ വശമൊന്നുമില്ലല്ലോ. ഞാൻ ആലോചിച്ച് കിടക്കുന്ന ഇത് റേഡിയസ്, ഇത് നമുക്ക് സർക്കിളിന് റേഡിയസ് ആണെങ്കിലും നമുക്കിത് ഇതുകൊണ്ട് വേറെ കളിയുണ്ട് മക്കളെ. ഇത് റേഡിയസ് അല്ലേ? ആണ്. ഇതും റേഡിയസ് അല്ലേ? ആണ്. ഇത് നോക്കുമ്പോൾ എന്താ ഈ സ്ക്വയറിന് ഒരു ഡയഗണൽ അല്ലേ? ഇത് സ്ക്വയറിന് ഡയഗണൽ അല്ലേ? വികർണമല്ലേ? ഇത് വികർണമല്ലേ? ആണ്. ഈ വികർണം ഉണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും d²/2 എന്ന്, ഓക്കെ അല്ലേ? അറിഞ്ഞുകൂടാത്തവർ ഇപ്പോൾ പഠിച്ചോ. ഡയഗണൽ ഉണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് d²/2. ഞാൻ നൈസിന് പറഞ്ഞ് എനിക്ക് ഡയഗണൽ കിട്ടി. ഇത് 6 അല്ലേ മക്കളെ? അപ്പോൾ ഇതും 6 അല്ലേ? ഇത് റേഡിയസ് ആണെങ്കിൽ ഇത് റേഡിയസ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ് ഡയഗണലിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? 2r ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഡയഗണലിൻ്റെ നീളം എന്തുവാ? 2r. അതായത് അപ്പുറത്തൊരു റേഡിയസും ഇപ്പുറത്തൊരു റേഡിയസും, ഡയഗണലിൻ്റെ നീളം എന്തുവാ? 2r. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടി ഇക്വേഷൻ പറഞ്ഞേ. d²/2. മക്കൾ ഡി എന്തോ ഡയഗണൽ എന്തോ ഇവിടെ നമുക്ക് ഡയഗണലിൻ്റെ അളവെന്തുവാ? ഡയഗണലിൻ്റെ അളവെന്തുവാ? 2rൻ്റെ സ്ക്വയർ/2. മക്കളെ കേട്ടോ, കണക്ക് കഴിഞ്ഞു. ഈ 2ൻ്റെ സ്ക്വയറും 6ൻ്റെ സ്ക്വയറും കേട്ടോ. കാരണം 2r മൊത്തത്തിലാണ് സ്ക്വയർ അടിക്കുന്നത്. 2ൻ്റെ സ്ക്വയർ എന്തുവാ? 4. 6ൻ്റെ സ്ക്വയർ എന്തുവാ? r²/2. മക്കളെ 4/2 നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറിയാം. 4/2 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 ആണ്. ബാക്കി അവിടെ ഒരു r² ഉണ്ട്. ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. 2r² ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ അല്ലേ? നമ്മുടെ കയ്യിൽ സ്ക്വയറിൻ്റെ ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ നൈസിന് ഇത് റേഡിയസ് അങ്ങനെ ആകെ 2r. 2r²/2. 2r² എന്ന് പറയുന്നത് 4r² ആണ് /2. 4/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/2 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 ആണ്. r² അതുപോലെ എഴുതി. ഇതല്ലേ സ്ക്വയറിൻ്റെ ഏരിയ. ഇനി നമുക്കപ്പോൾ പ്രോബിലിറ്റി പറഞ്ഞൂടെ? പ്രോബിലിറ്റി അപ്പോൾ ആർക്ക് പറയാം? പ്രോബിലിറ്റി ധൈര്യമായിട്ട് പറഞ്ഞോ. താഴെ സർക്കിളിൻ്റെ ഏരിയ πr². മണ്ടയിൽ ആരുടെ ഏരിയ? സ്ക്വയറിൻ്റെ ഏരിയ 2r². ഈ r² പോട്ടെ, ഈ r² പോട്ടെ. ബാക്കി അവിടെ ആരേ ഉള്ളൂ? 2/π ആണ് പ്രോബിലിറ്റി. ഇത്രയുള്ള പരിപാടി, ഇത്രയേ ഉള്ളൂ. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് പറഞ്ഞാൽ ഡീപ്പായിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോലെ കാര്യമായിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം. നമ്മളടുത്ത് പറഞ്ഞ പ്രോബിലിറ്റി കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രോബിലിറ്റി നിനക്ക് എത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ ഇത്രയും നേരം കണ്ടുപിടിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചു സർക്കിളിൻ്റെ ഏരിയ താഴെ, ടോട്ടൽ ഏരിയ സർക്കിളാണിത്. ടോട്ടൽ ഫുള്ളും സർക്കിളല്ലേ? അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ താഴെ എഴുതി. മണ്ടയിൽ ആരുടെ കാര്യമാണ് ചോദിച്ചത്? സ്ക്വയറിൻ്റെ കാര്യം. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ത് ചെയ്തു? മണ്ടയിൽ എഴുതി. കണക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ മനസ്സിലായ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. വീണ്ടും പഠിക്കുന്നു, നമ്മൾ പ്രോബിലിറ്റി സെറ്റാക്കുന്നു. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു. മക്കൾ ഇത്രയും നേരം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തോ അറിയോ? ഇത്രയും നേരം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് നമുക്കിപ്പം ആകെ താഴെ എഴുതും, നമ്മൾ മണ്ടയിൽ എന്ത് എഴുതും? അതിൻ്റെ എണ്ണം എഴുതും. ഇനി നമുക്ക് ജോഡികളുടെ കണക്കുകൾ വെച്ച് പറയാൻ പോവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആകെ ജോഡികൾ താഴെ എഴുതും, മണ്ടയിൽ എന്ത് ചെയ്യും? അവന്മാർ എത്ര കാര്യമാണോ ചോദിച്ചാൽ അത് മണ്ടയിൽ എഴുതും. ഇത്രയേ ഉള്ളൂ. ജോഡി കണ്ടാലും എന്ത് കണ്ടാലും നമ്മൾ പേടിക്കത്തില്ല. നമുക്ക് കാര്യങ്ങൾ അറിയാം.
കാര്യങ്ങൾ അറിയാം, കൺസെപ്റ്റ്സ് അറിയാം. കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. ദാ ഹെഡിങ് കൊടു, പേഴ്സ് ഹെഡിങ് കൊടു, മക്കളടാ പിടിച്ചോ. ദാ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യും, രണ്ടും ചെയ്യും, നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. ദാ പിടിച്ചോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മക്കളടാ നോക്കടാ, ശ്രദ്ധിച്ച് കേട്ടോണേ. എടാ രജനി എന്ന് പറയുന്നൊരു പെൺപിള്ള ഉണ്ടായിരുന്നു കേട്ടോ. രജനിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു 3 നെക്ലേസ് ഉണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ രജനിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു 3 നെക്ലേസ് കേട്ടോ. നെക്ലേസ് എത്ര ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ ഇയർ റിങ്സും ഉണ്ടായിരുന്നു ഒരു 3 എണ്ണം കേട്ടോ. ഇയർ റിങ്സ് അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു കമ്മലും ഉണ്ടായിരുന്നു 3 എണ്ണം. എല്ലാത്തിൻ്റെയും കളർ എന്തുവാ? നെക്ലേസിൻ്റെ കളറും ഗ്രീനാണ്, മറ്റേ ഇവൻ്റെ കളർ ബ്ലൂ ആണ്, അതിന് മറ്റേ നെക്ലേസിൻ്റെ കളർ ബ്ലൂ ആണ്, റെഡും ആണ് കേട്ടോ. അതിൻ്റെ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. അതേപോലെ കമ്മലിനൊപ്പം എന്തുണ്ട്? ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യും മക്കളുടെ? അവൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇത് എല്ലാം അവൾ എങ്ങനെ, ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ഷീ വിയർ ദം? അവൾ എങ്ങനെയായിരിക്കും, ഏതൊക്കെ വഴികളിലൂടെ അവൾ ഇടും? അതായത് അവൾ ദാ ഗ്രീൻ ഇട്ടാൽ അവൾ ചിലപ്പം അന്ന് ഗ്രീൻ കമ്മൽ ഇടും. നീല മാല ഇട്ടാൽ അവൾ എന്ത് ചെയ്യും? ചിലപ്പം നീല കമ്മലിടും. ചിലപ്പം ചുവന്ന മാല ഇട്ടാൽ അവൾ എന്ത് ചെയ്യും? ചുവന്ന കമ്മലിടും. ചിലപ്പോൾ നീല നെക്ലേസ് ഇട്ടാലോ ചിലപ്പോൾ പച്ച കമ്മലിടും. അവൾക്ക് തോന്നിയ കണക്ക് വാരിയും വലിച്ചു വിടും. ശരിയല്ലേ? നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഇതിനെ പെയറാക്കുന്ന പരിപാടിയാണ്. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു അവൾ ഗ്രീൻ ഇട്ടാൽ അവൾ ചിലപ്പം ഗ്രീൻ ഇടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവൾ ഗ്രീൻ ഇട്ടാൽ ചിലപ്പോൾ അവൾ ബ്ലൂ ഇടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവൾ ഗ്രീൻ ഇട്ടാൽ ചിലപ്പോൾ റെഡ് ഇടാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ ബ്ലൂ നെക്ലേസ് ഇട്ടാൽ നമുക്ക് അവൾ ബ്ലൂ ഇട്ടാൽ മക്കളെ എന്തിടാൻ സാധ്യതയുണ്ട്? ഗ്രീൻ ഇടാൻ സാധ്യതയുണ്ട്. ബ്ലൂ ഇട്ടാൽ അവൾ ചിലപ്പം ബ്ലൂ ഇടാൻ തന്നെ സാധ്യതയുണ്ട്. ശരിയല്ലേ? ബ്ലൂ നെക്ലേസ് ഇട്ടാൽ അവൾ റെഡ് കമ്മലിടാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ റെഡ് നെക്ലേസ് ഇട്ടാൽ ഗ്രീൻ ഇടാൻ സാധ്യതയുണ്ട്. റെഡ് ഇട്ടാലോ ബ്ലൂ ഇടാൻ സാധ്യതയുണ്ട്. ഇതും ഇടാൻ സാധ്യതയുണ്ട്. റെഡ് ഇട്ടാലോ റെഡ് ഇടാൻ സാധ്യതയുണ്ട്. അതായത് അവൾ പച്ചയും ഇടാൻ സാധ്യതയുണ്ട്, ഇതും ഇടാൻ സാധ്യതയുണ്ട്. അതേപോലെ പച്ചയും നീലയും പച്ചയും ചുവപ്പും പച്ചയും അവൾക്ക് തോന്നുന്ന കണക്ക് ഇട്ടുകൊണ്ട് ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് അവൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതല്ലേ ഇതിൻ്റെ ജോഡികളെന്ന് പറയുന്നത്. ഓരോ ദിവസം ഒരു ദിവസം ഈ ജോഡി ഇട്ടാൽ ഒരു ദിവസം ഈ ജോഡി ഇടും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ് മക്കളെ. ഇതാണ് ഡിഫറെൻറ്റ് വേസ്, ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഏതൊക്കെ വഴിയുണ്ട് മക്കളെ? ഇത്രയും വഴികളുണ്ട് അവൾ ഇടാനായിട്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഹെർ വിയറിങ് എ നെക്ലേസ് ആൻഡ് ഇയറിങ് ഓഫ് ദ സെയിം കളർ? അവൾ സെയിം കളർ നെക്ലേസ് ഇടാനുള്ള സാധ്യത മക്കളെടാ സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ഇടാനുള്ള സാധ്യത ചോദിച്ചാൽ ടോട്ടൽ നമ്മൾ താഴെ എഴുതും. എന്തിൻ്റെ ടോട്ടലായിരുന്നേ? ആകെ എത്ര ജോഡികൾ എന്ന് താഴെ എഴുതും. ആകെ ഇവിടെ എത്ര ജോഡിയുണ്ട്? 1 2 3 4 5 6 7 8 9. ആകെ 9 ജോഡികളിൽ സെയിം കളറുള്ള ജോഡികൾ എത്ര? 1 2 3 ജോഡികളാണ് അവൾ ഇടാനുള്ള സാധ്യത. ആകെ 9 ജോഡികളിൽ 3 ജോഡികളാണ് സെയിം കളറാകാനുള്ള സാധ്യത. അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സെയിം കളറാവാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഡിഫറൻ്റ് ആവാനുള്ള സാധ്യത നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞു കാണും. ഡിഫറൻ്റ് ആവാനുള്ള സാധ്യത എന്തോ മക്കളെ? ഡിഫറൻ്റ് ആവാനുള്ള സാധ്യത എന്തുവാ? താഴെ എത്ര ടോട്ടൽ എത്ര? 9 ജോഡികളുണ്ട്. 9 ജോഡികളിൽ എത്ര ജോഡികളുണ്ട് മക്കളെ ഡിഫറെൻറ്റ് കളർ? എത്ര ഉണ്ട്? ഇത് ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറൻ്റ് അല്ല, ഇത് ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറെൻറ്റ് കളറാണ്. ആകെ എത്ര ഉണ്ടാ മക്കളെ? 1 2 3 4 5 വേറെ ഉണ്ടല്ലോ. 1 2 3 4 5 6 സാധ്യതകളാണുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇതിനെ ചെറുതാക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? 9 ജോഡികളിൽ 3 എണ്ണം സെയിം, 9 എണ്ണത്തിൽ 6 എണ്ണം ഡിഫറൻറ്റ്. ഇത്രയാണ് മക്കളെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോണേ. എ ബോക്സ് കണ്ടെയ്ൻ 4 സ്ലിപ്സ് നമ്പേർഡ് 1 2 3 4 ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻ എന്താണ്? 1 2. ഒരു ബോക്സിൽ 1 2 3 4 എന്ന് പറഞ്ഞ പേപ്പർ വിരിച്ചു വാരിയിട്ടേക്ക് കേട്ടോ. അടുത്ത ബോക്സിൽ 1 2 എന്ന് പറഞ്ഞ നമ്പറുള്ള കാർഡുണ്ട് കേട്ടോ. 1 2 3 4 എന്ന് പറഞ്ഞ നമ്പറുള്ള കാർഡുണ്ട്. അടുത്ത ബോക്സിൽ 1 2 എന്നുള്ള കാർഡുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഓരോ ബോക്സിൽ നിന്നും ഓരോ നമ്പർ എടുക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്നെടുത്തു, അങ്ങനെ എടുക്കാൻ പോവാണേ. അപ്പം എടുക്കുമ്പം ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ജോഡിയായിട്ടില്ലേ മക്കളെ വരുന്നത്? ജോഡി കണക്കാണ്. അപ്പോൾ ഇതും ജോഡി കണക്കാണ്, പെയറിൻ്റെ കണക്കാണ്. ഇതൊന്നും ഈ ഒരു നമ്പറും ഇതൊന്നും എടുത്തൂടെ നമുക്ക്? ഇവിടെ നിന്നൊന്നും മറ്റിടന്നൊന്നും എടുത്തൂടെ? ഓരോന്ന് എടുക്കാനാണ് പറയുന്നത്. എടുത്തു നോക്കാം. ഈ 1ഉം മറ്റേ 2ഉം വന്നൂടെ? ഈ 2ഉം ഈ 1ഉം വരാം. ശരിയല്ലേ? ഈ 1ഉം
ഒന്നും എടുത്തു, ഈ ഒന്നും രണ്ടും എടുത്തു കഴിഞ്ഞു, ശരിയല്ലേ? ഇനി രണ്ടും ഒന്നും എടുത്തൂടെ? എടുക്കാം. ഇതാ രണ്ടും ഒന്നും എടുക്കാം. അതേപോലെ ഈ ഇവിടുത്തെ രണ്ടും വന്നൂടെ? എടുക്കാം. ഇവിടുന്ന് ആ കാർഡ് എടുത്തപ്പോൾ രണ്ടും കിട്ടി, മറ്റേ കാർഡ് രണ്ടും കിട്ടി. ഇവിടുന്ന് കാർഡ് എടുത്തപ്പോൾ എനിക്ക് മൂന്നും കിട്ടി. ചിലപ്പോൾ എനിക്ക് അപ്പുറം നിന്ന് എടുക്കുമ്പോൾ എന്തും കിട്ടും? ആ ഒന്നും കിട്ടാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ എനിക്ക് ഈ മൂന്നും കിട്ടാൻ സാധ്യതയുണ്ട്, ഈ രണ്ടും കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? ഞാൻ പറയും ഈ മൂന്നും കിട്ടാൻ സാധ്യതയുണ്ട് സാറേ, രണ്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എനിക്ക് 4 കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പം അപ്പുറത്ത് എന്താവാൻ സാധ്യതയുണ്ട്? ഒന്നാവാൻ സാധ്യതയുണ്ട്. അതേപോലെ 4ഉം എന്തും ആവാൻ സാധ്യതയുണ്ട്? 4ഉം 2ഉം ആവാൻ സാധ്യതയില്ലേ? ആണ്. അപ്പം 1 എടുത്താൽ ചിലപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് 1 കിട്ടും, ചിലപ്പോൾ 1 എടുത്താൽ ചിലപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് 2 കിട്ടും, ചിലപ്പോൾ 2 എടുത്താൽ ചിലപ്പോൾ എനിക്ക് 1 കിട്ടും, ചിലപ്പോൾ 2 എടുത്താൽ എനിക്ക് ചിലപ്പോൾ 2 കിട്ടും, 3 എടുത്താൽ 1 കിട്ടും. അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും ജോഡികളാണ് വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? നീ പ്രോബിലിറ്റി എഴുതാനാണ് പറയുന്നത്. എന്തിൻ്റെ? സം ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ബീങ് ഓഡ് ആവാനുള്ള സാധ്യത. ഇത് രണ്ടും കൂട്ടിയാൽ ഓടാകുമോ? ഇല്ല. ഒന്നും കൂട്ടിയാൽ 2 ആവും. രണ്ടൊന്നും കൂട്ടിയാൽ 3 ആകും. രണ്ടൊന്നും കൂട്ടിയാൽ 3 ആകും. രണ്ടും കൂട്ടിയാൽ 4 ആകും. മൂന്നൊന്നും കൂട്ടിയാൽ 4 ആകും. 3 കൂട്ടിയാൽ 5 ആകും. 4 കൂട്ടിയാൽ 5 ആകും. 4 കൂട്ടിയാൽ 6 ആകും. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാ എല്ലാം കൂട്ടുമ്പോൾ ഏത് നമ്പർ വരും എന്ന് മനസ്സിലായി. അങ്ങനെ ഓട് വരാനുള്ള സാധ്യത എന്ന് പറയുമ്പം പ്രോബിലിറ്റി ചോദിച്ചാൽ നമുക്കറിയാം, അടിയിൽ നമ്മൾ ആരെ എഴുതും? ടോട്ടൽ എഴുതും. ടോട്ടൽ എന്ന് പറയുന്നത് ആകെ ജോഡികൾ. ആകെ ഇവിടെ എത്ര ജോഡിയുണ്ട്? 1 2 3 4 5 6 7 8 ജോഡികളുണ്ട്. അതിൽ ഓടാകാനുള്ള സാധ്യത എന്താ? കൂട്ടുമ്പോൾ ഓടാകുന്നത് ഇത് കൂട്ടിയപ്പോൾ ഓടാണോ വന്നത്? ഇത് കൂട്ടിയപ്പോൾ ഓട് വന്നല്ലേ 1. ഇത് കൂട്ടിയപ്പോൾ ഓട് വന്ന 2. ഇത് കൂട്ടിയപ്പം വന്നില്ല. ഇത് കൂട്ടിയപ്പോൾ 3. ഇത് കൂട്ടിയപ്പോൾ 4. ആകെ 4. 8 എണ്ണത്തിൽ 4 എണ്ണം എന്താകാനുള്ള സാധ്യതയുണ്ട്? ഓടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ പറയാവൂടെ? മക്കളെ ഇവൻ എന്തുവാ? 8 എണ്ണത്തിൽ 4 എണ്ണം എന്തുവാ? 8 പീസ് ഉണ്ട്. അതിൽ 4 പീസും ഓടാണെങ്കിൽ ബാക്കി 4 പീസല്ലേ ഇവൻ. ഇനി എണ്ണേണ്ട കാര്യമൊന്നുമില്ല. 8 പീസിൽ ബാക്കി 4 പീസ് ഇവൻ. ഇതാണ് ഓടും ഇവനും ആകാനുള്ള സാധ്യത. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോവാം. പിടിച്ചോ മക്കൾ. ഇത്രയും നേരം നമ്മൾ പഠിച്ചെന്തുവാ? പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രോബിലിറ്റിയിൽ നമുക്ക് ഒരു ജോഡികളാണെങ്കിൽ ജോഡികൾ എണ്ണി നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ചോദിക്കും 5 കറുപ്പും ഒരാളുടെ കയ്യിൽ 5 കറുത്ത മാലയും ഉണ്ട്, 5 ബ്ലാക്ക് മാലയും ഉണ്ട്, 7 ചുവന്ന മാലയും ഉണ്ട്, റെഡ് മാലയും ഉണ്ട്. നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ജോഡികൾ തിരിക്കുമല്ലേ? ഒരു കറുപ്പും വരാൻ സാധ്യതയുണ്ട്, ഒരു ചുവപ്പും വരാൻ സാധ്യതയുണ്ട് അല്ലേ? പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ജോഡികളുടെ എണ്ണം. ഞാൻ ഒരു വൈറ്റ് ഊൺ ഉണ്ടെങ്കിൽ, ഒരു 8 വൈറ്റ് ഊൺ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ബ്ലാക്കും വൈറ്റും വരാൻ സാധ്യതയുണ്ട്, റെഡും വൈറ്റും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റും. നമുക്ക് നോർമലി അപ്പോൾ എത്ര ജോഡികളുണ്ടാവും? 1 2 3 ജോഡികളുണ്ടോ നമുക്ക് എണ്ണാൻ പറ്റും, ശരിയല്ലേ? പക്ഷേ എണ്ണാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് മോർ പേഴ്സി പറയുന്നത്. നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. എത്ര ജോഡി ഉണ്ടോ നമുക്ക് കറക്റ്റായിട്ട് എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റാത്ത ജോഡികൾ, വലിയ വലിയ നമ്പറുകൾ ചോദിച്ചാൽ ഒരു ക്ലാസ്സിൽ 5 അല്ല ഒരു 80 ബോയ്സ് ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ 40 ബോയ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഒരു ബോയ്സിനെ വിളിച്ച് വരുത്തി, ഈ ക്ലാസ്സിൽ നിന്ന് ഒരു ബോയ്സിനെ വിളിച്ച് വരുത്തി. അപ്പം അവരൊരു ജോഡിയായേ. അടുത്ത ബോയ്സിനെ വിളിച്ചു, അവരൊരു ജോഡിയായി. വേറൊരു ബോയിനെ വിളിച്ചു, അടുത്തൊരു ജോഡിയായി. അപ്പം എത്ര ബോയ്സിൻ്റെ ജോഡി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റൂ? ഇവിടുന്ന് ഒരു ബോയ് വരാം, ഇവിടുന്ന് ഒരു ബോയ് വരാം, അങ്ങനെ എത്ര എണ്ണം? ഇവിടുന്ന് ഒരു 80 പിള്ളേരും വരും, ഇവിടുന്ന് 40 പിള്ളേരും, അങ്ങനെ മിക്സ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് എത്ര ജോഡി ഉണ്ടെന്ന് എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടി അപ്പോൾ ജോഡി എത്ര എന്ന് അറിയാനായിട്ട് എണ്ണി എടുക്കാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇവന്മാരെ തമ്മിലും ഗുണിക്കും. 80 40 കൂടെ ഗുണിക്കും. 32 3200 ജോഡി വരും, പേഴ്സ് വരും, ജോഡികൾ വരും. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര ജോഡികൾ വരും? 3200 ജോഡികൾ വരും. ഈ ക്ലാസ്സിൽ നിന്ന് ഒരാൾ, ഈ ക്ലാസ്സിൽ നിന്ന് ഒരാൾ, ഈ ക്ലാസ്സിൽ നിന്ന് ഒരാൾ, ഈ ക്ലാസ്സിൽ നിന്ന് ഒരാൾ. ഈ ക്ലാസ്സിൽ നിന്ന് അപ്പു വന്നാൽ ഈ ക്ലാസ്സിൽ നിന്ന് അമ്മൽ വരും. ഈ ക്ലാസ്സിൽ നിന്ന് വീണ്ടും ചിലപ്പോൾ അപ്പു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എത്ര ജോഡികളെന്ന് അറിയാൻ പറ്റാതെ എണ്ണി എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നൈസിന് അവന്മാരെ എന്ത് ചെയ്യും? ഗുണിച്ച് നോക്കുമടാ. ഇതാണ് പരിപാടി കേട്ടോ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾ സെറ്റാവും, ഇതുകൊണ്ട് സെറ്റാവും. നിങ്ങൾക്ക് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഐഡിയ എന്നുള്ള തലയിൽ കയറും. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ പ്രോബിലിറ്റി തന്നെ ഒരു കേസുമില്ല. നമുക്ക് എണ്ണാൻ പറ്റാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? എണ്ണാൻ പറ്റാതെ നമ്മൾ ഗുണിച്ച് വയ്ക്കും. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? തുടങ്ങാം. ശരി, ഫസ്റ്റ് കണക്ക് മക്കളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചേക്കുന്നത്, ഒരു ക്ലാസ്സിൽ, അതായത് 10 എത്ര ബോയ്സ് ഉണ്ട്? ബോയ്സ്
30 ഉണ്ട് അല്ലേ? ഗേൾസ് എത്ര എണ്ണം ഉണ്ട്? ഗേൾസ് എത്ര എണ്ണം ഉണ്ടെടാ മക്കളെ? ഗേൾസ് 20 ഉണ്ട്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത വീണ്ടും വരെ പറയുക. അങ്ങനെയാണെങ്കിൽ 10 ബിയിൽ എത്ര ഉണ്ടെന്നറിയൂ? 10 ബിയിൽ 15 ബോയ്സും 15 ബോയ്സും എത്ര ഗേൾസും? എത്ര ഗേൾസും? 25 ഗേൾസും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നൈസിന് എന്ത് ചെയ്തറിയാം? അവർ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഞാൻ 10 എയിൽ നിന്നും ഒരു ആണിനെയും പിടിച്ചു, ഒരു പെണ്ണിനെയും പിടിച്ചു. ആണിനെയും പിടിച്ചു, പെണ്ണിനെയും പിടിച്ചു. അപ്പോൾ ഏത് ആണും ഏത് പെണ്ണും ആവാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണും ഒരു ആണും ആകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ബോത്ത് ബീങ് ഗേൾസ് ആകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ബോയ്സ് മാത്രമാകാനുള്ള സാധ്യത എത്രയെന്ന് ചോദിക്കും. അപ്പം നമുക്കറിയാം ആകെ ഇവിടെ എത്ര ജോഡി ഉണ്ട് എന്നറിയണ്ടേ? അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഗുണിച്ചാൽ പോരാടാ മക്കളെ. നമുക്ക് ആകെ ഇവിടെ പിള്ളേരുടെ എണ്ണത്തിനെ എല്ലാവരും കൂടെ ഗുണിച്ചാൽ നമുക്ക് ജോഡി കിട്ടത്തില്ലേ? നമുക്കപ്പം ഗുണിച്ച് നോക്കാം മക്കളെ. 30ഉം 20ഉം കൂട്ടിയിട്ടും 15ഉം 25ഉം കൂട്ടിയിട്ടും ഗുണിച്ചാൽ പോരെ. അല്ലെങ്കിൽ ഈ ടോട്ടൽ 10 എയിലുള്ള ക്ലാസ്സിൽ എത്ര പേരുണ്ടാവേ? 10 എയിലാകെ എത്ര പേരുണ്ട് മക്കളെ? 10 എയിലാകെ 50 പേരുണ്ട്. 10 ബിയിൽ എത്ര പേരുണ്ട്? 40 പേരുണ്ട്. അപ്പോൾ ആകെ എത്ര ജോഡികൾ വരാൻ സാധ്യതയുണ്ട്? 10 എയിൽ നിന്നൊരു ചെറുക്കനെയും 10 ബിയിൽ നിന്നൊരു പെണ്ണിനെയും പിടിച്ചാലും, അല്ലെങ്കിൽ 10 ബിയിൽ നിന്നൊരു പെണ്ണും 10 എയിൽ നിന്നൊരു പെണ്ണും ആയാലും, അങ്ങനെ ഇത് ആകെ എത്ര ജോഡി എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് നൈസിന് ഇവന്മാരെ തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ അതിൽ ഞാൻ പറഞ്ഞു ആകെ എത്ര ജോഡി ഉണ്ടെന്ന് അറിയാൻ നമുക്കിനി എണ്ണി നോക്കാനൊന്നും സമയമില്ല. നമ്മൾ പറയും ടോട്ടൽ പേഴ്സ്. ആകെ എത്ര ജോഡിയുണ്ട് മക്കളെ? ആകെ എത്ര ജോഡിയുണ്ട്? ഈ 50നെയും ഈ 40നെയും കൂടെ ഗുണിച്ചു. ആകെ എത്ര ഇവിടെ ജോഡിയുണ്ട്? 2000 ജോഡിയുണ്ട്. നമുക്ക് മനസ്സിലായി ഈ 2000 ആണ് അടിയിൽ എഴുതുന്നതെന്ന് മനസ്സിലായി. ഇനി മണ്ടയിൽ എഴുതാനുള്ള കേസുകൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ആകെ ഇവിടെ എത്ര ജോഡിയുണ്ട്? 2000 ജോഡികളുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തുവാ? ഇവിടെ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ? ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചേ? പെണ്ണുങ്ങളാവാനുള്ള സാധ്യത, ഗേൾസ് ആകാനുള്ള പ്രോബിലിറ്റി നമുക്ക് പറയാം. ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി വെച്ചാൽ നമ്മൾ അടിയിൽ ആരെ എഴുതും? അടിയിൽ ആകെ എത്ര ജോഡിയുണ്ട്? ആകെ 2000 ജോഡിയിൽ പെണ്ണുങ്ങളുടെ ജോഡി. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കടാ. പെണ്ണുങ്ങൾ മാത്രമുള്ള ജോഡിയാണേ, അതായത് ഈ ക്ലാസ്സിൽ നിന്ന് ഒരു പെണ്ണ്, ഈ ക്ലാസ്സിൽ നിന്ന് ഒരു പെണ്ണ്, അങ്ങനെ എത്ര ജോഡി? അപ്പം നമുക്ക് ആകെ എത്ര ജോഡി നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ സമയമുണ്ടോ? ഇവിടുന്ന് അഞ്ജലി വന്നാൽ ഇവിടുന്ന് എന്ത് ചെയ്യും? ആതിര വരും. ഇവിടുന്ന് എന്ത് ചെയ്യും? മീനു വന്നാൽ ഇവിടുന്ന് എന്ത് ചെയ്യും? സുമ വരും. ഇവിടുന്ന് അവിടെ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ എണ്ണി നോക്കാനായിട്ട് സമയമില്ലല്ലേ? അങ്ങനെ എത്ര ജോഡി എണ്ണിയൊക്കെ സമയമില്ല. അതിന് നമ്മൾ നൈസിന് എന്ത് ചെയ്യും? പെണ്ണുങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ഗുണിക്കും. പെണ്ണുങ്ങളുടെ എണ്ണം തമ്മിൽ ഗുണിച്ച് നോക്കാം. 20 × 25. പെണ്ണുങ്ങളുടെ ജോഡി എത്ര മക്കളെ? ഗേൾസിൻ്റെ പേർ എത്ര? ഗേൾസിൻ്റെ പേർ എത്ര? ഗേൾസിൻ്റെ ജോഡികൾ എത്ര? 20ഉം 25ഉം നമുക്ക് ഗുണിച്ച് നോക്കാം. മക്കളെ എത്ര ജോഡി ഉണ്ടാ? പെണ്ണുങ്ങളെല്ലാം കൂടെ അവിടെ 500 ജോഡികളുണ്ട്. അതായത് പെണ്ണുങ്ങളെ എണ്ണം എന്ന് പറയുന്നത് 500 ജോഡിയാണ്. അതായത് 500 ജോഡികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഗേൾസിൻ്റെ പ്രോബിലിറ്റി എത്ര വരും? നമ്മൾ ഗേൾസിനെ തൂക്കിയ പ്രോബിലിറ്റി എത്ര വരും? ആകെയുള്ള 2000 ജോഡിയിൽ 500 ജോഡിയാണ് പെണ്ണുങ്ങൾ മാത്രമുള്ള ജോഡി. ഇതാണ് ആൻസർ. ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം, വേണമെങ്കിൽ ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം. 5/20 എന്ന് വേണമെങ്കിലും ആൻസർ എഴുതാം. വേണമെങ്കിൽ 1/4 എന്ന് വേണമെങ്കിലും ആൻസർ എഴുതാം. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് എഴുതിയാലും ആൻസർ ഫുൾ മാർക്കാണ്. ഇതിനെ ചെറുതാക്കി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ 500/2000 ചോദിച്ചാൽ ഫുൾ മാർക്ക്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഗേൾസിൻ്റെ പ്രോബിലിറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആകെയുള്ള എണ്ണം, ആകെ ജോഡികൾ എത്ര ഉണ്ട്? 2000 ജോഡിയുണ്ട്. അതിൽ പെണ്ണുങ്ങളെ മാത്രം ജോഡി എന്ന് പറഞ്ഞാൽ 500. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആർക്ക് പറയാം ബോയ്സ് എത്ര ജോഡി ഉണ്ടെന്ന്? ബോയ്സ് ഇവിടെ എത്ര ജോഡി ഉണ്ടെന്ന്? ആകെ ഇവിടെ ബോയ്സ് ഇവിടെ എത്ര ജോഡി ഉണ്ടെന്ന് ആർക്ക് പറയാം? അപ്പോൾ പ്രോബിലിറ്റി എഴുതാനല്ലേ പറയുന്നത്. ബോയ്സ് എത്ര ഉണ്ടെന്ന്? ബോയ്സ് മാത്രമുള്ള പ്രോബിലിറ്റി. മക്കളെ ബോയ്സ് മാത്രമുള്ള പ്രോബിലിറ്റി എഴുതണമെങ്കിൽ ആകെ എത്ര പേരുണ്ടെന്നറിയാം? ആകെ 2000 ജോഡി. അതിൽ ബോയ്സ് മാത്രമുള്ള ജോഡിയല്ലേ നമുക്കറിയേണ്ടത്. ബോയ്സിൻ്റെ കണക്ക് എങ്ങനെയാ? 10 എയിൽ 30 ചെറുക്കന്മാരുണ്ട്. 10 ബിയിൽ എത്ര ചെറുക്കന്മാരുണ്ട്? 10 ബിയിൽ 15 ചെറുക്കന്മാരുണ്ട്. തമ്മിൽ ഗുണിച്ചാൽ അവർ എത്ര ജോഡി ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലേ? ആണ്. അപ്പം നമുക്ക് 30നെയും 15നെയും ഗുണിച്ച് നോക്കി. 30നെയും 15നെയും ഗുണിച്ച് നോക്കി മക്കളെ എത്ര ജോഡി ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് മനസ്സിലായി 450 ജോഡികളുണ്ട് ഇല്ലേ? 450 ജോഡികളുണ്ട്. ആണുങ്ങൾ മാത്രമായിട്ടുള്ള ജോഡി എത്ര? 450. അപ്പം ഞാൻ എഴുതി പ്രോബിലിറ്റി എന്തുവാ? 450 മണ്ടയിലും താഴെ എന്താണ്? 2000. നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഫുൾ മാർക്ക്. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ചെറുതായിക്കോ, വേണമെങ്കിൽ ചെറുതാക്കണ്ട, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം പ്രോബിലിറ്റി എഴുതിയത് എങ്ങനെയാണ് എഴുതിയത്? നമ്മൾ പണ്ട് നമുക്ക് ഇത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് അറിയാം. ടോട്ടലാണ് താഴെ എഴുതുന്നത്. മണ്ടയിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ജോഡി. ഓക്കെ അല്ലേ? താഴെ നമ്മൾ ആകെ ഇവിടെ എത്ര ജോഡിയുണ്ട്? 2000 ജോഡിയുണ്ട്. അതിൽ 450ഉം ആണുങ്ങൾ മാത്രമുള്ള ജോഡിയാണ്.
ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദാ പിടിച്ചോ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നേ? എന്താണ് പ്രോബിലിറ്റി? പ്രോബിലിറ്റി എന്താ ചോദിച്ചേക്കുന്നത്? നമുക്ക് പ്രോബിലിറ്റി എന്താ ചോദിച്ചേക്കുന്നേ? ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള സാധ്യത. അയ്യോ, ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള സാധ്യത. നമുക്കറിയാം പ്രോബിലിറ്റി എഴുതാൻ അറിയാം മക്കളെ. ഒരു ബോയും ഒരു ഗേളും ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പം പ്രോബിലിറ്റി എഴുതുമ്പോൾ എപ്പോഴും അടിയിൽ ആരാ വരുന്നത്? അടിയിൽ ടോട്ടൽ 2000. ശരിയല്ലേ? 2000. ഓക്കെ അല്ലേ? ശരി, മണ്ടയിൽ എന്ത് എഴുതും മക്കളെ? നമുക്കറിയാം ആകെ 2000 ജോഡി പിള്ളേരുണ്ട്. അതിൽ ആണും പെണ്ണും വരാം, പെണ്ണും ആണും വരാം, ആണും ആണും വരാം, പെണ്ണും പെണ്ണും വരാം. അത് 2000 ജോഡി ഉണ്ട്. അതിൽ എത്ര ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിലെന്താ ചോദിച്ചേക്കുന്നത്? ഏതോ കുറച്ച് ജോഡികളിൽ ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും ഉണ്ട്. നമുക്കറിയാടാ മക്കളെ, ബോയ്സ് മാത്രമുള്ള ജോഡികളുടെ എണ്ണം എത്രയാണെന്നറിയാം. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച് ബോയ്സ് മാത്രമുള്ള ജോഡി എത്ര? 450. ശരിയല്ലേ? ആണ്. ഗേൾസ് മാത്രമുള്ള ജോഡി എത്ര? അതായത് ഒരു ജോഡിയിൽ ഗേൾസ് മാത്രമേ ഉള്ളൂ, ഗേൾസുകൾ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ബോയ്സ് മാത്രമുള്ള ജോഡികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബോയ്സ് മാത്രമുള്ള ജോഡികൾ കിട്ടിക്കഴിഞ്ഞു 450. ഗേൾസ് മാത്രമുള്ള ജോഡി എത്ര? ഗേൾസ് മാത്രമുള്ള ജോഡി എത്ര? 500. ശരിയല്ലേ? ബോയ്സ് ഉള്ളത് 450, ഗേൾസ് ഉള്ളത് 500. അപ്പം 2000 ജോഡിയുള്ളതിൽ ബോയ്സ് മാത്രമുള്ളവന്മാരെയും ഗേൾസ് മാത്രമുള്ള ടീമുകളെയും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിൽ ഉറപ്പായിട്ടും പെണ്ണും ആണും അല്ലേ? അതായത് 2000 ജോഡികളുണ്ടാകെ. അതിൽ ഈ ബോയ്സ് മാത്രമുള്ള ടീമിനെയും ഗേൾസ് മാത്രമുള്ള ടീമിനെയും ജോഡികളെ അങ്ങ് കുറച്ചാൽ ബാക്കി വരുന്ന ജോഡികളിൽ ഉറപ്പായിട്ടും ആര് കാണും? ഒരു പെണ്ണും ഒരാണും കാണും. ശരിയല്ലേ? നമുക്കറിയാം 450ഉം 500ഉം കൂടെ കുറച്ചാൽ മതി. ശരിയല്ലേ? 450 500 എന്ന് പറഞ്ഞാൽ മക്കളെടാ എത്ര വരുമെടാ? എത്ര വരും? 450ഉം 500ഉം എന്ന് പറയുമ്പം 0, 5, 9, 950. ഈ 950 ജോഡികളിൽ ആര് കാണും? പെണ്ണുകൾ മാത്രം, ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇതിൽ ആണുങ്ങൾ മാത്രം, ഇതിൽ പെണ്ണുങ്ങൾ മാത്രം അല്ലേ? ഈ ജോഡികളിൽ 450 ജോഡികളിൽ ആണുങ്ങളും 500 ജോഡികളിൽ പെണ്ണുങ്ങളും. ബാക്കിയുള്ള ജോഡികളിൽ ഉറപ്പായിട്ടും ആണും പെണ്ണും കാണത്തില്ലേ? അപ്പോൾ ഇവന്മാരെയും കുറച്ച് കഴിഞ്ഞാൽ പോരെ? 2000 ജോഡിയുള്ളതിൽ ഈ ആണുങ്ങളുള്ള 450 ജോഡിയും പെണ്ണുങ്ങളുള്ള 500 ജോഡിയും കുറച്ചാൽ 950 ജോഡി കുറച്ചാൽ മക്കളെ എത്ര വരുവടാ? 1050 ജോഡിയിൽ ഉറപ്പായിട്ടും ആണും പെണ്ണും കാണും. ഓക്കെ അല്ലേ? ശരിയല്ലേ? 1050 ജോഡിയിൽ എന്ത് കാണും? ആണും പെണ്ണും കാണും. ഉറപ്പായിട്ടും നമുക്ക് എഴുതാം, പ്രോബിലിറ്റി എഴുതാം. 2000 ജോഡിയുള്ള ആൾക്കാരിൽ 1050 ജോഡിയാണടാ മക്കളെ ആൻസർ. 1050 ജോഡിയിൽ ആര് കാണും? ഒരാണും ഒരു പെണ്ണും ഉറപ്പായിട്ടും കാണും. ഓക്കെ അല്ലേ? കാരണം 450 എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രമുള്ളതാ, 500 എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ മാത്രമുള്ളതാ. അവരെ കുറച്ചാൽ ബാക്കി വരുന്നതിൽ ആണും പെണ്ണും മാത്രമാണ്. ഓക്കെ അല്ലേ? നമുക്ക് ഡി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡി ക്വസ്റ്റ്യൻ നമുക്കടാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തോ അറിയോ? പ്രോബിലിറ്റി നീ പ്രോബിലിറ്റി എഴുതാം. പിന്നെന്താ പ്രോബിലിറ്റി എഴുതുന്ന പ്രശ്നം എന്താ? പ്രോബിലിറ്റി എഴുതാം. പ്രോബിലിറ്റി എഴുതുവാണ്. പ്രോബിലിറ്റിയിലകത്ത് നമുക്ക് എന്താ അടിയിൽ എഴുതാനുള്ളത്? അടിയിൽ ടോട്ടൽ. ശരിയല്ലേ? പക്ഷേ എന്തോ മണ്ടയിൽ എഴുതേണ്ടത്? അവർ ചോദിച്ചത് എന്താണ്? ഒരാണെങ്കിലും ആകണം. അതായത് ഞാൻ എടുക്കുന്ന ജോഡിയിൽ ഞാൻ പറയാം 2000 ജോഡിയുണ്ട് ആകെ ഇവിടെ 2000 ജോഡിയുണ്ട് അല്ലേ? അതിൽ കുറേ ആണുമുണ്ട് പെണ്ണുമുണ്ട് അല്ലേ? ആണുങ്ങൾ മാത്രമുള്ള എത്ര ജോഡിയാ? ആണുങ്ങൾ മാത്രമുള്ള 450 ജോഡി. പെണ്ണുങ്ങൾ മാത്രമുള്ള എത്ര ജോഡിയാ? പെണ്ണുങ്ങൾ മാത്രമുള്ള 500 ജോഡി. ആണും പെണ്ണുമുള്ള എത്ര ജോഡിയാ? 1050 ജോഡി. ശരിയല്ലേ? ആണ്. ഞാൻ പറഞ്ഞ് ഒരാണെങ്കിലും വേണം. മക്കളെടാ ഈ 1050 ജോഡിയിൽ ഉറപ്പായിട്ടും ആണുങ്ങൾ കാണത്തില്ലേ? ഈ 500 ആണുങ്ങൾ കാണൂടാ മക്കളെ. 500 മൊത്തം പെണ്ണുങ്ങളാണ്. അവർ വേണ്ട, അവർ പോട്ട്. ശരിയല്ലേ? 450 ജോഡികളിലും എന്തായാലും ഉറപ്പായിട്ടും ആണുങ്ങൾ കാണത്തില്ലേ? ഒരാണെങ്കിലും കാണത്തില്ലേ? 450 എന്താണ്? ആണുങ്ങളുണ്ട്. 1050 ജോഡിയിലും ആണുങ്ങളില്ലേ? അവർ പറഞ്ഞ എന്താണ്? ഒരാണെങ്കിലും വരണമല്ലേ? ഒരാണോ ഒരാണിൽ കൂടുതലോ വരാം. ഒരാണെങ്കിലും വരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ 500 ജോഡിക്കകത്ത് മൊത്തം പെണ്ണുങ്ങളല്ലേ? പക്ഷേ ഇതിനകത്തും ആണുങ്ങളുണ്ട്. അപ്പം ആകെ 1050 ജോഡിയും 450 ജോഡിയും കൂടെ ആകെ എത്ര ജോഡിയുണ്ട്? 1050 പ്ലസ് 450 ആകെ എത്ര ജോഡിയുണ്ട്? 1500 ജോഡികളിൽ ആരുണ്ട്? ചെറുക്കന്മാരില്ലേ? അപ്പം നമുക്ക് പറയാം ആകെയുള്ള 2000 ജോഡിയിൽ 1500 ജോഡിയിലും ആരുണ്ട്? ആണുങ്ങളുണ്ടടാ എന്ന് പറയാം. ഇതാണ് മക്കളെ പ്രോബിലിറ്റി. ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സെറ്റല്ലേ? സത്യം പറഞ്ഞാൽ ചാപ്റ്റർ എന്താണ്? മാർക്ക് പോകുന്ന ചാപ്റ്ററുമാണ്, മാർക്ക് കിട്ടുന്ന ചാപ്റ്ററുമാണ്. നമ്മൾ 45 മിനിറ്റ് 50 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ പോർഷനൊക്കെ ക്ലിയർ ചെയ്ത്
നമ്മളെ ടോപ്പിക് കഴിഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ നിങ്ങളുടെ നോട്ട് ഇത്രയും നാളുള്ള നോട്ടുകൾ വെച്ച് നോക്കിക്കോ. ഇതാണ് ഐറ്റംസ്, മൊത്തം ഇതാണ് ഐറ്റംസ്. ജോഡികളുടെ എണ്ണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഗുണിച്ച് വെച്ചോ, നിങ്ങൾക്ക് ജോഡികളുടെ എണ്ണം കിട്ടും. പല രീതിയിലാകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാം ഒറ്റ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. കണക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തൊട്ട് വീണ്ടും 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 കാണുക. എത്ര വട്ടം കാണുന്നു അത്രയും വട്ടം സെറ്റ്. ഓക്കെ അല്ലേ? നമ്മളിതാ 5 മാർക്ക് 6 മാർക്ക് 7 മാർക്കിനൊക്കെ ചിലപ്പം പ്രോബിലിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എല്ലാ മാർക്കും നമ്മൾ സ്കോർ ചെയ്തിരിക്കും. ഇനി എന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്യും. ആകെ 4 ടോപ്പിക്കേ ഉള്ളൂ. 4 ടോപ്പിക്ക് നമ്മുടെ പച്ചവെള്ളം പോലെ നമ്മൾ സെറ്റാക്കി. ഓക്കെ അല്ലേ? ശരിയല്ലേ? ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.